പള്ളൂരുത്തി ശ്രീ പരാശക്തി ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾ ജനുവരി 28 മുതൽ രാവിലെ 11-ന് നടക്കുന്ന ഭദ്രദീപ പ്രകാശനത്തോടെ ഈ ആണ്ടത്തെ ഉത്സവ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഫെബ്രുവരി 2-നാണ് ആറാട്ട് മഹോത്സവം. പള്ളൂരുത്തി ശ്രീ മാരംപള്ളി സഭയുടെ കീഴിലുള്ള ശ്രീ പരാശക്തി ക്ഷേത്രത്തിലെ 1200-ാം ആണ്ടത്തെ ഉത്സവ പരിപാടികൾ ജനുവരി 28 മുതൽ ഫെബ്രുവരി 2 വരെയാണ് കൊണ്ടാടുന്നത്. 28-ന് രാവിലെ 11 മണിക്കാണ് ഭദ്രദീപ പ്രകാശനം. തുടർന്ന് അന്നദാനം, ദീപാരാധന, തൃക്കൊടിയേറ്റ് എന്നിവ നടക്കും. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ദിനങ്ങളിൽ വിവിധ കലാപരിപാടികളും ഭക്തി നിർഭരമായ ചടങ്ങുകളും ഉണ്ടാകും. ഫെബ്രുവരി 2-നാണ് ആറാട്ട് മഹോത്സവം. 5 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരവും ഉത്സവാഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകും. പ്രസിഡന്റ് TS സനിൽകുമാർ, ഗജാഞ്ചി MH ഭഗവൽ സിംഗ്, വൈസ് പ്രസിഡന്റ് KD രജീവൻ, ജോയിന്റ് സെക്രട്ടറി AL ലെനിൻകുമാർ, ജോയിന്റ് കൺവീനർ KR രാജേഷ്, പബ്ലിസിറ്റി കൺവീനർ KD കൃഷ്ണകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പള്ളൂരുത്തി ശ്രീ മാരംപള്ളി സഭവക ശ്രീ പരാശക്തി ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ തിരു ഉത്സവാഘോഷങ്ങൾ ജനുവരി മാസം 28-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ഫെബ്രുവരി 2 വരെയുള്ള തീയതികളിൽ സമുചിതം ആഘോഷിക്കുവാനും ആചരിക്കുവാനും തീരുമാനിച്ചവരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ജനുവരി 28-ാം തീയതി രാവിലെ 11 മണിക്ക് ക്ഷേത്രനടയിൽ ഏതാണ്ട് 10,000-ഓളം പേർക്ക് അന്നദാനം നൽകിക്കൊണ്ട് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. കൊടിയേറ്റ് ചൊവ്വാഴ്ച വൈകിട്ട് രാത്രി 8-നും 9-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി മഞ്ഞമ്മൽ അരിയന്നൂർ ഇല്ലം ശംഭു നമ്പൂതിരി അവർകളാണ് നിർവഹിക്കുന്നത്. അതിനുശേഷം മഹിളാ സമാജങ്ങളിലെ തിരുവാതിര ഉണ്ടായിരിക്കും. 2-ാം ദിവസം 29-ാം തീയതി പ്രധാന പരിപാടി എന്ന് പറയുന്നത് ശ്രീഭൂതബലിയാണ്. 11 മണിക്ക് ശ്രീഭൂതബലി ആരംഭിക്കും. വൈകിട്ട് 6 മണിക്ക് സർപ്പംപാട്ട് തളിച്ചൂടയും ഉണ്ടായിരിക്കുന്നതാണ്. 3, 4, 5 ദിവസങ്ങളിൽ സഭവക മഹിളാ സമാജങ്ങളുടെ താലം വരവ് ഉണ്ടായിരിക്കും. 5-ാം ദിവസം കാവടി ഘോഷയാത്രയാണ്. രാവിലെ 9 മണിക്ക് പള്ളുരുത്തി പുത്തന്തറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിവിധ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച് ഏതാണ്ട് 11 മണിയോടുകൂടി ക്ഷേത്രനടയിൽ എത്തിച്ചേരുകയും തുടർന്ന് ശ്രീമുരുകന് അഭിഷേകവും അഷ്ടാഭിഷേകവും ഉണ്ടായിരിക്കുന്നതാണ്. 6-ാം ദിവസം അന്ന് ദേവിയുടെ പിറന്നാളാണ്. ദേവിയുടെ പിറന്നാൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ആറാട്ട് മഹോത്സവമായിട്ട് കൊണ്ടാടുന്നു. അന്ന് രാവിലെ ദേവിക്ക് വിശേഷാൽ പുഷ്പാഭിഷേകം ഉണ്ടായിരിക്കും, കാഴ്ചശീവേലി ഉണ്ടായിരിക്കും. അതിനുശേഷം ഏതാണ്ട് 10:30 ആനയൂട്ടുണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് പതിപോലെ സ്റ്റേഷൻ പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും 5 മണിക്ക് പകൽപ്പൂരം ആരംഭിക്കും. ഏതാണ്ട് 9:30 പകൽപ്പൂരം ക്ഷേത്രത്തിലെത്തിച്ചേരുകയും രാത്രി 10 മണിക്ക് ശേഷം അഴകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ടോടുകൂടി തിരുവുത്സവം സമാപിക്കുകയും ചെയ്യും. അതിനോടനുബന്ധിച്ച് ഏഴാം പൂജ പൊങ്കാലയായിട്ടാണ് ആചരിക്കുന്നത്. പൊങ്കാല രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൽ നടക്കും. ശേഷം വൈകിട്ട് 6:30 അഴകാവ് നമ്മുടെ ദേശദേവതയായ അഴകാവ് ദേവിക്കുള്ള കീഴ്പ്പണ സമർപ്പണം ക്ഷേത്രത്തിൽ നിന്നും താലത്തോടുകൂടി അഴകാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ആ ദേവിയുടെ വിഹിതം അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ ആണ്ടത്തെ ഉത്സവ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകും. 28 നടക്കുന്ന അന്നദാനത്തിലും തുടർന്ന് നടക്കുന്ന പരിപാടികളിലും ആറാട്ടിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും സാന്നിധ്യവും സാധനം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. എല്ലാ വർഷവും കാവടി ഘോഷയാത്ര നടത്തുന്ന പോലെ ഇത്തവണയും ശ്രീ പുത്തന്തറ മഹാദേവ ക്ഷേത്രത്തിൽ തുടങ്ങി 9 മണിക്ക് തുടങ്ങി ഏകദേശം ഒരു 12 മണിയോടുകൂടി കാവടി കയറി, പിന്നെ ആട്ടക്കാവടി, അതോടുകൂടിയുള്ള ആഘോഷങ്ങളോടുകൂടി അന്ന് കാവടി ശനിയാഴ്ചയാണ് നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യം 5 തന്നെയാണ് എഴുന്നള്ളിക്കുന്നത്. ഉഷശ്രീ ശങ്കരൻകുട്ടി ആനയാണ് തിടമ്പേറ്റുന്നത്. ബാക്കി മച്ചാട് അയ്യപ്പൻ, തടത്താവിള രാജശേഖരൻ, കരിമണ്ണൂർ ഉണ്ണി, നെല്ലിക്കാട്ട് മഹാദേവൻ ആണ് 5 ആനയാണ് നമ്മൾ എഴുന്നള്ളിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ
സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.